ഇന്നിപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പള്ളി ഗോപുരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. 79 മീറ്റർ ഉയരമുള്ള ബൈബിൾ ടവറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ പുത്തമ്പള്ളിനെ ഒന്ന് വലം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബൈബിൾ ടവറിലേക്ക് കയറാൻ പോകുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ? മതി, അതിനെ ഉണ്ടാവുള്ളൂ. ട്യൂസ്ഡേ ടു സൺഡേ 9 to 6. ലഞ്ച് ബ്രേക്ക് മൺഡേ ഹോളിഡേ. ടിക്കറ്റ് ചാർജ് 20 രൂപ. ക്യാഷ് ഓൺലി, ഗൂഗിൾ പേ ഇല്ല. ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എത്ര നില? 4 നിലയും കൂടെ ഉണ്ട് അല്ലേ? മൊത്തം 9 നില ഉണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലാണ് വ്യൂ. തൃശ്ശൂർ ടൗൺ മൊത്തം കാണാവുന്നതാണ്. ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗങ്ങൾ കാണാം. തൃശ്ശൂരിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റണത് ഇതാ തന്നെയുള്ളൂ. എല്ലായിടത്തും ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. നെവർ എൻഡ്, ഓൺലി ലവ്. ഈ അജിയും ബിബി ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ അയച്ചു കൊടുത്തേക്ക് കേട്ടോ. 2024 വരെ അവരുടെ പ്രേമം പൊളിഞ്ഞിട്ടില്ല. അജി ബിബി എന്തുണ്ട് ഫിദ ഇങ്ങനെയുള്ളവരുള്ളതുകൊണ്ടാണ് ആരെയും മോള് കയറ്റാത്തത്. റൗണ്ടും വടക്കുന്നതല്ലേ കാണുന്നല്ലേ? യേശുവിനെ കുരിശി തറച്ചിട്ടുള്ളല്ലേ? തലയിൽ കിട്ടിയിട്ടുള്ള മുള്ള് എല്ലാം ഹോളി ബൈബിളാണല്ലേ? പല ഭാഷയിലുള്ളത്. കന്നഡ, ലാറ്റിൻ, ബംഗാളി, ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, കന്നഡ, ബൈബിൾ. കിൻഡർഗാർട്ടൻ ബൈബിൾ, സത്യവേദ പുസ്തകം. പഴയ ബൈബിളുകളാണ് ഇതൊക്കെ. കുഞ്ഞു ബൈബിൾ, പഴയകാലത്തെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ. കർത്താവിനെ കുരിശിലേറ്റിയതും അതുപോലെ പല പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ, കഥകളൊക്കെയാണ് ചിത്രത്തിലാക്കി വെച്ചിട്ടുള്ളത്. കുറേ ബുക്കുകളുണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ ഞാനോ ബൈബിൾ തക്കാത്തി, കുറേ ബൈബിളുകളും പഴയ കാലത്തെ ബുക്കുകൾ. എല്ലാത്തിനും നല്ല പഴക്കങ്ങളും ഉണ്ട് കേട്ടോ. വളരെ പഴക്കമുള്ള ബുക്കുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. തീർന്നിട്ടില്ല കേട്ടോ. ഒരു കളക്ഷൻ തന്നെ തന്നെയാണ്. സങ്കീർത്തനങ്ങൾ, പഴയ പരിഭാഷ ഒക്കെ വന്ന് കാണേണ്ട തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ ഇങ്ങനെ ഒരു ടവറുള്ള കാര്യം തന്നെ നമുക്ക് പലർക്കും അറിയില്ല. നമ്മൾ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും അവിടെയുള്ള ടവറിലൊക്കെ കയറാറുണ്ട്. മലേഷ്യ പോയപ്പോൾ നമ്മൾ 2 ടവറിൽ കയറിയിരുന്നു. ടിൻ ടവറിൽ കയറിയിരുന്നു. ആളം മുഴക്കുക നമുക്ക് കേട്ടില്ലേ? അങ്ങനത്തെ ഒരു വാദ്യരൂപമാണത്. സൗണ്ട് ഉണ്ടാക്കണ ഓയിൽ പെയിൻ്റ് കേട്ടോ അത്. ഡ്രീം സിറ്റി. അപ്പോൾ നമ്മളിനി താഴത്തേക്ക് ഇറങ്ങി ചെല്ലുള്ള പരിപാടി. പറയുക ഇങ്ങനെ കുറേ സംഭവങ്ങളും ചിത്രങ്ങളൊക്കെ നമുക്ക് വഴിക്കൽ കാണാനുണ്ട്. എന്താ എഴുതിയിട്ടുള്ളത്? മാരി വിസിറ്റ്സ് എലിസബത്ത്. അത് എന്തിൻ്റെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യേശു പറഞ്ഞതിൻ്റെയാണ് കേട്ടത്. ശരിക്കും ക്രിസ്മസിനോട് അടുപ്പിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ക്രിസ്തുദേവൻ ജനിച്ചതിൻ്റെ ആ ഒരു ഇതേതാണ് ദ ഫ്ലീയിങ് ടു ഈജിപ്റ്റ്. താഴം ഇത് ഉയർത്തെഴുന്നേൽപ്പ്. അങ്ങനെ കുറേ സംഗതികളാണ് ഇതിനകത്തുള്ളത്. അതിങ്ങനെ കണ്ടിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോരുന്നത്. ലിഫ്റ്റ് പിടിക്കാതിരിക്കുകയാണ് തിരിച്ചിറങ്ങുമ്പോൾ നല്ലത്.
ഇതാണപ്പോൾ ബൈബിൾ ടവറിൻ്റെ ശരിക്കുള്ള മുൻവശം. നമ്മൾ ബാക്കിൽ കൂടെ ഉള്ളൊരു വഴി കൂടെയാണ് വന്ന് നേരത്തെ കയറിയത്. ഇനി നമ്മൾ നേരെ ഇതിനടുത്തുള്ള വെള്ളപ്പങ്ങാടിയിൽ കയറിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കുന്നത് കാണാൻ പോവാണ്. അങ്ങനെ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ഇന്നസെൻ്റ് ഏട്ടൻ പറയണ വെള്ളപ്പങ്ങാടിയിലാണ് നമ്മളുള്ളത്. ഇത്തരത്തിലുള്ള ചെറിയ കുറേ കടകളാണ് ഈ ഒരു ലൈനിൽ മുഴുവനായി. വെള്ളപ്പം മാത്രം ഉണ്ടാക്കുന്ന ഈ ഏരിയയിൽ നിന്ന് നമുക്ക് വെള്ളപ്പം മേടിച്ചു കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കഴിക്കാനുള്ളതോ അങ്ങനെ യാതൊരു സെറ്റപ്പും ഇല്ല. അങ്ങനെ കുറച്ച് ചൂടൻ വെള്ളപ്പം മേടിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.